ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റിൻ്റെ ജാൻ 2026 അറ്റംപ്റ്റിൽ GST റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ്. കുറച്ചധികം ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എപ്പോഴും അമെൻമെൻറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ അമെൻമെൻറ്റ്സ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ജാൻ 2026 അറ്റംപ്റ്റിൽ എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് 2025 ജൂൺ 30 വരെയുള്ള അമെൻമെൻറ്റ്സ് ആണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 30/6/2025 വരെയുള്ള അമെൻമെൻറ്റ്സ് ആണ് അപ്ലിക്കബിൾ ഫോർ ജാൻ 2026 എക്സാമിനേഷൻ. ഓക്കെ, പിന്നെ ടെക്സ്റ്റിൻ്റെ ഓരോ ചാപ്റ്റർ എൻഡിങ്ങിലും കൊടുത്തിട്ടുണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം ചേഞ്ച് വന്നിട്ടുള്ളത് ചാർജ് ഓഫ് GST എന്നുള്ള ചാപ്റ്ററിലാണ്. ചാർജ് ഓഫ് GSTയിലാണ് RCM ഒക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന സർവീസസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് പറയുന്നത്. ആദ്യത്തെ, സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് സ്പോൺസർഷിപ്പ് ടു എനി ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം. ഈ സർവീസ് കൊടുക്കുന്ന വ്യക്തി എനി പേഴ്സൺ അതർ ദാൻ ബോഡി കോർപ്പറേറ്റ്, അതായത് ആരൊക്കെയാണോ കമ്പനികൾ അല്ലാത്തത് അവർ സർവീസ് കൊടുത്താൽ ഇതിന് RCM അപ്ലിക്കബിലിറ്റി വരും. ഇനി അത് റിസീവ് ചെയ്യുന്ന ആളാരായിരിക്കണം? എനി ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം ലൊക്കേറ്റഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. ഒരു കമ്പനിയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമോ ആണ് റിസീവ് ചെയ്യുന്നത്, അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് RCM അപ്ലിക്കബിലിറ്റി ഉണ്ട്. സർവീസ് ബൈ വേ ഓഫ് റെൻറ്റിംഗ് ഓഫ് എനി ഇമൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ്. റെസിഡൻഷ്യൽ ഡ്വെല്ലിങ്ങിന് അല്ലാതെയുള്ള ഏത് ഇമൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിങ്ങും ആണ് ഇവിടെ പറയുന്നത്. എനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ടു എനി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ എ പേഴ്സൺ ഹു ഹാസ് ഓപ്റ്റഡ് ടു പേ ടാക്സ് അണ്ടർ കോമ്പോസിഷൻ ലെവി. അതായത് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ കൊടുക്കുന്ന സർവീസ് റിസീവ് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ RCM അപ്ലിക്കബിലിറ്റി ആണ്. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് അവിടെ നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആവാം, കോമ്പോസിഷൻ ആവാം, അങ്ങനെ എല്ലാ തരത്തിൽ രജിസ്റ്റർ ചെയ്താലും അവരെല്ലാവരെയും നമ്മൾ കോമൺ ആയി വിളിക്കുന്ന പേരാണ് രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ രജിസ്റ്റേർഡ് പേഴ്സൺ കാറ്റഗറിയിൽ കോമ്പോസിഷൻ ഡീലറെ മാറ്റി നിർത്തുക, അവർക്കാണെങ്കിൽ RCM അപ്ലിക്കബിലിറ്റി വരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പാരലൽ അമെൻമെൻറ്റ് ഇൻ സീരിയൽ നമ്പർ 4 റിവേഴ്സ് ചാർജ് എൻട്രി പെർട്ടൈനിങ് ടു സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് സ്പോൺസർഷിപ്പ് ടു എനി ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം ഇൻ കേസ് ഓഫ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസസ് ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട് ബൈ അമെൻഡിങ് നോട്ടിഫിക്കേഷൻ നമ്പർ 10/2017. അതായത് ഇവിടെ നമ്മൾ ഇന്റർസ്റ്റേറ്റ് ആണ് പറഞ്ഞത്, അതേപോലെ ഇന്റർസ്റ്റേറ്റ് ആണെങ്കിലും ഇത് അപ്ലിക്കബിൾ ആണ്. Clarification whether DDA can be treated as local authority under GST law. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റീനെയാണ് ഇവിടെ പറയുന്നത്. ഈ DDAനെ ലോക്കൽ അതോറിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണോ? സർവീസസ് സപ്ലൈഡ് ബൈ ലോക്കൽ അതോറിറ്റി ടു എ ബിസിനസ് എൻറ്റിറ്റി ആർ ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് ബേസിസ് വൈഡ് എൻട്രി സീരിയൽ നമ്പർ 5 ഓഫ് നോട്ടിഫിക്കേഷൻ നമ്പർ 13/2017. The issue which arose for consideration was whether Delhi Development Authority can be treated as local authority under GST law. അതായത് നമ്മൾ GSTയിൽ ലോക്കൽ അതോറിറ്റീനെ പറ്റി പറയുന്നുണ്ട്. ഈ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റീനെ ലോക്കൽ അതോറിറ്റിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. Local authority means an authority which is similar to the elected self-governing body such as municipal committee and which is entrusted with the control and management of municipal or local fund can be termed as local authority. ഈ കാര്യങ്ങൾ നോക്കി നടക്കുന്ന എലക്റ്റഡ് ആൾക്കാർ മാത്രമേ എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ലോക്കൽ അതോറിറ്റി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്തല്ല, ലോക്കൽ അതോറിറ്റിയുടെ പരിധിയിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്താനായിട്ട് പറ്റില്ല. Thus, it has been clarified that DDA cannot be treated as local authority under GST law as DDA does not meet the requirement of local authority as per section 2 subsection 69 of the CGST Act. അവർ ഈ ഡെഫിനിഷൻ്റെ പരിധിയിൽ വരാത്തത് കൊണ്ട് തന്നെ അവരെ ഇവിടെ മാറ്റി നിർത്തപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ചാർജ് ഓഫ് GSTയിൽ ഇത് രണ്ടെണ്ണം ആണ് ഉണ്ടായിരുന്നത്, രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് place of supply of online services supplied by suppliers of services to unregistered recipient. Unregistered ആൾക്കാർക്ക് കൊടുക്കുന്നുള്ള സാഹചര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The place of supply of services except the services specified in subsection 3 to subsection 14 made to any person other than a registered person shall be. അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ
ലോയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ വരില്ല. അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന് കൊടുക്കുമ്പോൾ മാത്രമേ ഈ ഒരു കൺഫ്യൂഷൻ അറൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നാണ് പറയുന്നത്. ദ ലൊക്കേഷൻ ഓഫ് ദ റെസിപ്പിയൻറ്റ് വെർ ദ അഡ്രസ് ഓൺ റെക്കോർഡ് എക്സിസ്റ്റ് ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസസ് ഇൻ അതർ കേസസ്. അതായത് നമ്മുടെ റെക്കോർഡ്സിൽ റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ സ്ഥലമാണ് എന്ത്, പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി അങ്ങനെ നമ്മുടെ റെക്കോർഡ്സിൽ റെസിപ്പിയൻ്റെ സ്ഥലമില്ല, പ്ലേസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസസ് ഇൻ അതർ കേസസ്. സപ്ലയറിൻ്റെ ലൊക്കേഷനാണ് എന്ത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാൻ പറ്റുക. കാരണം റെസിപ്പിയനെ പറ്റി ഒരു ഐഡിയ നമ്മുടെ കയ്യിലില്ല, ഒരു റെക്കോർഡിലും ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസസ് വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. A registered person supplying taxable services shall, before or after the provision of service, but within a prescribed period, issue a tax invoice showing the description, value, tax charged thereon, and such other particulars as may be prescribed. Provided that the government may, on the recommendation of council by notification, specify the category of services or supplies in respect of which a tax invoice shall be issued within such time and in such manner as may be prescribed. Subject to the condition mentioned therein, specify the categories of services in respect of which CGST rules leads to a conclusion that in respect of supply of services made to unregistered persons, irrespective of the value of said supply, the supplier is required to mandatorily record the name of the state of the unregistered recipient on the tax invoice in cases involving the supply of online money gaming or supply of taxable services by or through an electronic commerce operator or supply of online information and database access or retrieval services. ഓക്കെ, അപ്പോൾ സപ്ലയർ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്, പ്ലേസ് ഓഫ് സപ്ലയർ വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ ഇവർ ഇൻവോയ്സിൽ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ എന്തായി മാറും, ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ പ്ലേസ് ഏതാണോ ദാറ്റ് വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എല്ലാവരും, മെജോറിറ്റി ആൾക്കാരും ഈ റെസിപ്പിയൻറ്റിൻ്റെ പ്ലേസ് റെക്കോർഡ് ചെയ്യാണ്ടായി. ഓക്കെ, അപ്പോൾ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ അൺഈവൺ ആയി. കാരണം എന്താണ്, കിട്ടേണ്ട സ്റ്റേറ്റിന് ആ ടാക്സ് കിട്ടാതെ പോകണം. അപ്പോൾ ഗവൺമെൻറ് നിർബന്ധമാക്കി ഈ റെസിപ്പിയൻറ്റിൻ്റെ സ്റ്റേറ്റ് നിർബന്ധമായിട്ടും എവിടെ കാണിച്ചിരിക്കണം, ടാക്സ് ഇൻവോയ്സിൽ കാണിച്ചിരിക്കണം. അപ്പോൾ എന്താവും, ആ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുന്നത് റെക്കോർഡ്സിൽ വന്ന പോലെ അല്ലേ. അപ്പോൾ മെൻഷൻഡ് ഇൻ ദ റെക്കോർഡ്സ് ആവും. അപ്പോൾ കറക്റ്റായിട്ട് ആ റെസിപ്പിയൻറ്റിൻ്റെ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റിന് നമുക്ക് ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. Recording of the name of the state of the unregistered recipient on the tax invoice in respect of such supply of services shall be deemed as the address on record of the recipient. ഇതാണ് നേരത്തെ പറഞ്ഞത്, ഈ റെക്കോർഡിലുള്ള അഡ്രസ്സായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും, ഡീം ചെയ്ത് എടുക്കും. For the purpose of determination of place of supply of the said services under section 12 subsection 2 clause B of IGST Act 2017. Accordingly, in such cases, the place of supply of such services shall be considered as the location of the recipient of the services as provisions of clause 1 of section 12 subsection 2 clause B of IGST Act 2017. അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് സ്മോളർ വാല്യൂ ആണെങ്കിൽ ശരിക്കും സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഓൺലൈനായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നിർബന്ധമായിട്ടും എന്തായാലും സ്റ്റേറ്റ് മെൻഷൻ ചെയ്യണം എന്ന അവർ തീരുമാനത്തിനെ മാറ്റി. അതാണ് ബാക്കി പറയുന്നത് കേട്ടോ. Therefore, in respect of following cases of supplies to unregistered recipient, the suppliers are mandatorily required to record the name of the state of the recipient on the tax invoice irrespective of the value of supply. അതാണ് ഞാൻ പറഞ്ഞത്, വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവണം, ആ സ്റ്റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം of such services and to declare place of supply of the said services as a location of the recipient in their details of outward supply in form GSTR 1 or 1A. ഓക്കെ, അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ മെയിനായിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സ്റ്റേറ്റ് ഏതാണെന്ന് നിർബന്ധമായിട്ടും ടാക്സ് ഇൻവോയ്സിൽ മെൻഷൻ ചെയ്യണം. അതിനെ ഡീംഡ് പ്ലേസ് ഓഫ് സപ്ലൈ കണക്കാക്കിയിട്ട് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കുക തന്നെ വേണം. അടുത്തത് എക്സംഷൻസ് ഫ്രം GST. CA ഇൻ്റർമീഡിയറ്റ് ലെവലിൽ GST മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് എക്സംഷൻസ് എന്ന് പറയുന്നത്. കാരണം എക്സംഷൻസ് മാത്രമായിട്ട് ചോദിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഒരു 10 എക്സംഷൻസ് ചെയ്തു അങ്ങനെ ഒരിക്കലും ചോദിക്കില്ല. ഒരു ട്രാൻസാക്ഷൻ ഇപ്പോൾ നമ്മൾ GST കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്യുന്ന സമയത്ത്, ITC കാൽക്കുലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഇന്ന ട്രാൻസാക്ഷൻസ് എക്സംപ്റ്റഡ് ആണ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു നോളജ് ആവശ്യമുള്ളൂ. പക്ഷേ വ്യക്തമായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ ആ നോളജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്വയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അങ്ങനെയുള്ള എക്സംഷൻ ചാപ്റ്ററിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. Amendments in the service exempted from GST. Notification number 12/2017 dated 28/6/2017 provide list of services exempted from GST. Parallel exemptions from IGST have been granted to interstate supply of services via notification number 9/2017 dated 28/6/2017. The amendments in the list of exempted services have been highlighted in bold, italics or in strike-through form hereunder. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരുന്നത് സപ്ലൈ ഓഫ് സർവീസസ് ബൈ വേ ഓഫ് പ്രൊവൈഡിംഗ് മീറ്ററിംഗ് എക്യുപ്മെൻറ്റ് ഓൺ റെൻറ്റ്, ടെസ്റ്റിംഗ് ഫോർ മീറ്റേഴ്സ് ഓർ ട്രാൻസ്ഫോമേഴ്സ്, കപ്പാസിറ്റേഴ്സ് എക്സെട്ര, റിലീസിംഗ് ഇലക്ട്രിസിറ്റി കണക്ഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് മീറ്റർ ഓർ സർവീസ് ലൈൻസ്, ഇഷ്യൂയിങ് ഡ്യൂപ്ലിക്കേറ്റ് ബിൽ എക്സെട്ര വിച്ച് ആർ ഇൻസിഡൻറ്റൽ ഓർ ആൻസിലറി ടു ദ സപ്ലൈ ഓഫ് ട്രാൻസ്മിഷൻ or distribution and electricity provided by electricity transmission or distribution utilities to the consumers. അതായത് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ആൻസിലറി സർവീസസ് ഇനി മുതൽ എന്താണ് എക്സംപ്റ്റഡ് ആണ്. ഇന്ന് മുതലാണ് എക്സംഷൻ. എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 16/1/2025. ഈ 16/1/2025 ശേഷം ഈ ആൻസിലറി സർവീസസ് എക്സംപ്റ്റഡ് ആണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആൻഡ് മാറ്റിയിട്ട് ഓർ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ അത്രയും ഡിഫറൻസ്? നേരത്തെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും രണ്ടും കൂടി വന്നാൽ മാത്രമേ എക്സംഷന് അർഹതയുള്ളൂ എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് പറയണു. അസസി പറയുന്നു അങ്ങനെയല്ല, ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു അടി ഡിപ്പാർട്ട്മെൻറ്റ് അസസിയും തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ക്ലാരിഫിക്കേഷൻ വരുത്തി ആൻഡ് അല്ല ഓർ മതി. എയ്തർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെങ്കിലും നമുക്ക് എന്തിന് എലിജിബിലിറ്റി ഉണ്ട്? എക്സംഷന് എലിജിബിലിറ്റി ഉണ്ട്. Any services provided by the National Skill Development Corporation set up by the government. ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഈ റെഡ് കളറിലുള്ള മാത്രമാണ് അമെൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനിങ് പാർട്ട്ണർ അപ്രൂവ്ഡ് ബൈ ദ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം NSDC എക്സംപ്റ്റഡ് ആയിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവൈഡേഴ്സ് മാത്രമേ എക്സംപ്റ്റഡ് ആയിരുന്നുള്ളൂ. അതായത് ഇപ്പോൾ NSDC അപ്രൂവ്ഡ് ട്രെയിനറാണ്, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റിലില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്ത് കിട്ടില്ലായിരുന്നു? എക്സംഷൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെ മാറ്റിയിട്ട് കുറച്ചും കൂടി പ്രോപ്പറാക്കി അവർ പറയുകയാണ്, എ ട്രെയിനിങ് പാർട്ട്ണർ അപ്രൂവ്ഡ് ബൈ ദ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതായത് ആ സ്പെസിഫിക് ലിസ്റ്റിൽ ഇല്ലെങ്കിലും NSDC അപ്രൂവ്ഡ് ട്രെയിനിങ് പാർട്ട്ണർ ആണെങ്കിൽ അവർ കൊടുക്കുന്നതും എന്ത് തന്നെയാണ്? എക്സംപ്റ്റഡ് തന്നെയാണ്. അത് മാത്രമേ അവിടെ ശ്രദ്ധിക്കാനായിട്ട് ഉള്ളൂ. അടുത്തത് ന്യൂ എക്സംഷൻ ഇൻട്രൊഡ്യൂസ്ഡ്. Services of insurance provided by the Motor Vehicle Accident Fund constituted under Section 164B of the Motor Vehicles Act 1988 against contributions made by insurers out of premiums collected for the third party insurance of motor vehicle. ഇതെന്താണ് അമെൻമെൻറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെടുക്കണം? ഇൻഷുറൻസ് എടുക്കണം, വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തേർഡ് പാർട്ടി ഇൻഷുറൻസും കൂടി എടുക്കും. അങ്ങനെ നമ്മൾ പേ ചെയ്യുന്ന ഇൻഷുറൻസിൽ ഒരു പോർഷൻ എന്ത് ചെയ്യും? ഒരു പോർഷൻ അവർ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്തിനാണ് ഈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട് എന്ന് ചോദിച്ചാൽ, അതായത് ഈ പൈസ ഇല്ലാണ്ട് ഒരു പാവപ്പെട്ട കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് അവരൊരു തുക എങ്ങോട്ട് മാറ്റി വയ്ക്കും? മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ടിലോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുന്ന തുകയുടെ മുകളിൽ എന്ത് ചാർജ് ചെയ്യാറുണ്ട്? പണ്ട് GST ചാർജ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞു ഇനി മുതൽ അങ്ങനെ ചെയ്യേണ്ട, 100% അമൗണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ടിലോട്ട് കൈമാറ്റം ചെയ്യാം. അത് സർവീസായി കണക്കാക്കണ്ട, അതിന് GST വേണ്ട. ഓക്കെ, അതാണ് ആ ഒരു സെക്ഷനിൽ പറയും. അടുത്തത് clarification in respect of applicability of GST on facility management services provided to Municipal Corporation of Delhi headquarters. അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ, ഈ കോർപ്പറേഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ലോക്കൽ അതോറിറ്റിയാണ് അല്ലേ? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. അപ്പോൾ ഈ ലോക്കൽ അതോറിറ്റിക്ക് നമ്മൾ സർവീസ് കൊടുക്കുകയാണെങ്കിൽ അതിന് GST വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ക്ലാരിഫിക്കേഷനാണ് പറയുന്നത്. MCD ഈസ് റിസീവിംഗ് ദ സർവീസസ് സച്ച് ആസ് ഹൗസ് കീപ്പിംഗ്, സിവിൽ മെയിൻ്റനൻസ്, furniture maintenance and horticulture from facility management agency for the upkeep of their office.
The issue which arose for consideration was whether such services received by them are exempt from GST in terms of serial number 3A of notification number 12/2017 dated 28/6/2017. അപ്പോൾ ഈ ലോക്കൽ അതോറിറ്റിക്ക് കൊടുക്കുന്ന സർവീസ് ആയതുകൊണ്ട് അതെല്ലാം എക്സംപ്റ്റഡ് ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇവർ കൊടുക്കുന്ന സർവീസസ് എന്ന് പറയുന്നത് ഒന്ന് ഹൗസ് കീപ്പിംഗ് ആണ്, സിവിൽ മെയിൻ്റനൻസ് ആണ്, ഫർണിച്ചർ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഇൻട്രസ്റ്റഡ് ജോബ്സ് അല്ല അല്ലേ. ഇപ്പോൾ സീവേജ് ക്ലീനിങ് അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ തേർഡ് പാർട്ടി വെച്ച് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അതെല്ലാം എക്സംപ്റ്റഡ് ആണ്. ഇതൊക്കെ പ്യുവർലി എന്താണ്, ഒരു ഓഫീസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളാണ്, അല്ലാണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇതൊന്നും എക്സംപ്റ്റഡ് അല്ല എന്നാണ് ക്ലാരിഫിക്കേഷനിൽ പറയുന്നത്. The service of facility management such as housekeeping, civil maintenance, furniture maintenance and horticulture agency for the upkeep of office കണ്ടോ, ഓഫീസ് അപ്കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസസ് ആണ് ആർ നോട്ട് സപ്ലൈഡ് ഇൻ റിലേഷൻ ടു പെർഫോമിംഗ് എനി ഫംഗ്ഷൻ എൻട്രസ്റ്റഡ് ടു മുനിസിപ്പാലിറ്റി under Article 243W of the Constitution of India. Such services are not covered under scope of entry serial number 3A of notification number 12/2017 dated 28/6/2017. Thus, it has been clarified that GST is applicable on the services provided by Facility Management Agency to MCD Delhi headquarters for upkeep of its headquarter building at applicable rates, as these services are not covered under the scope of entry at serial number 3A of notification number 12/2017. ഇത്രയും കാര്യങ്ങളാണ് എക്സംഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. GST എന്ന മൊഡ്യൂളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഹയസ്റ്റ് വെയിറ്റേജ് ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. Clarification on availability of input tax credit as per clause B of section 16 subsection 2 of the CGST Act 2017 in respect of goods which have been delivered by the supplier at his place of business under X works contract. In automobile sector, the contract between the automobile dealers and the original equipment manufacturers is generally an X works contract as per the terms of the contract. The property in goods, that is vehicles, passes to the dealer at the factory gate of the original equipment manufacturer when the goods are handed over to the transporter at the instance of the dealer and the delivery on the part of the OEM is complete at his factory gate. അപ്പോൾ ഇവിടെ വരുന്ന ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിലാണ്. ഇത് ആർക്ക് കൊടുക്കണം? ഈ വെഹിക്കിൾ ഡീലേഴ്സിന് കൊടുക്കണം. അപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്ന് ഡീലേഴ്സിന് എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ, ഈ ഡീലേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഫാക്ടറി വർക്കേഴ്സ് അവരുടെ ഫാക്ടറി ഗേറ്റിലേക്ക് സാധനം എത്തിക്കും. ഈ ട്രാൻസ്പോർട്ടിങ് ഏജൻസി അതെടുത്ത് ഡീലേഴ്സിന് കൊണ്ടു കൊടുക്കും. അപ്പോൾ നമ്മൾ ITC ക്ലെയിം ചെയ്യുന്ന കണ്ടീഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ഗുഡ്സ് റിസീവ് ചെയ്താൽ മാത്രമേ ITC നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ, ക്ലെയിം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫാക്ടറി ഗേറ്റിൽ എത്തിച്ചിട്ട് ട്രാൻസ്പോർട്ടേഴ്സ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഗുഡ്സ് കൈപ്പറ്റിയതായിട്ട് കണക്കാക്കാൻ പാടുമോ? അങ്ങനെ കണക്കാക്കണം എന്നാണ് ഡീലേഴ്സ് പറയുന്നത്, അതായത് അസസി പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ആക്ച്വലി അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എപ്പോഴാണ് അവരുടെ കയ്യിൽ ആക്ച്വലി കിട്ടുന്നത് അപ്പോൾ മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നു. അതായത് ഈ ട്രാൻസ്പോർട്ടേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന ഡീലേഴ്സാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഴ്സിന് കൊടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് കിട്ടിയതായി കണക്കാക്കാം. അപ്പോൾ തന്നെ നമുക്ക് ITC ക്ലെയിം ചെയ്യാം. അസസിക്ക് ഫേവർ ചെയ്തിട്ടാണ് ക്ലാരിഫിക്കേഷൻ വന്നത്. The transport may be arranged by the OEM on behalf of the dealer, and where the insurance is arranged, it may also be done on behalf of the dealer. Any claim in case of loss has to be lodged by the dealer. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ റിസ്ക്കും റിവാർഡ്സും ആരെ ഏറ്റെടുക്കുന്നത്? ഡീലറാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, അതിനെ ഡീലർക്ക് കിട്ടിയതായിട്ട് കണക്കാക്കാം. അടുത്തത് issue which arose for consideration was whether ITC can be availed by the dealer only after the vehicles are physically received by automobile dealers. ഇതാണ് നമ്മുടെ പ്രശ്നം. ഡീലർക്ക് ശരിക്കും ഫിസിക്കലി കിട്ടിയാൽ മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ.
at his business premises, or ITC can be availed on the date the vehicles are billed to him and handed over to the transporter by the OEM at his factory gate. അതിന് ട്രാൻസ്പോർട്ടർക്ക് കിട്ടിയ സമയത്ത് തന്നെ ITC എടുക്കാനായിട്ട് പറ്റുമോ? എൻ്റെ ക്ലാരിഫിക്കേഷൻ, in such scenario, the property in the said goods can be considered to have been passed on to the dealer by the OEM upon handing over the said goods to the transporter at his factory gate, meaning thereby that the goods can be considered to have been delivered to the registered person, that is the dealer, through the transporter by the supplier at his factory gate, and the supply of the said goods can be considered to have fructified at the factory gate of the OEM, even though the goods may be physically received by the registered person after the transit period. അതായത് ഡീലർക്ക് പിന്നീടാണ് കിട്ടുന്നതെങ്കിലും ട്രാൻസ്പോർട്ടർക്ക് കൈമാറുന്ന ആ മൊമെൻറ്റിൽ തന്നെ ഗുഡ്സ് കിട്ടിയതായിട്ട് നമുക്ക് ഡീം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ITC ക്ലെയിം ചെയ്യാം, അത്രേ പറയുന്നുള്ളൂ. Accordingly, it is clarified that as per the explanation to clause B of section 16 subsection 2 of the CGST Act, the registered person, the dealer, can be considered to have received the said goods at the time of such handling over the goods by the supplier to the transporter at his factory gate for their onward transmission to the said registered person. The same principle is applicable in respect of supply of other goods also, where the contract between the supplier and recipient is an EXW contract. As per the terms of the contract, the goods are to be delivered by the supplier to the recipient or to any other person, okay, any other person including transporter on behalf of the recipient at his place of business, and the property in the goods stands transferred to the recipient at the time of such handing over. അതായത് ഫുൾ റിസ്ക് ആൻഡ് റിവാർഡ് ആർക്ക് കൈമാറുകയാണ്? ഈ ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കുന്ന മൊമെൻറ്റിൽ തന്നെ നമ്മൾ ഡീലർക്ക് കൈമാറുകയാണ്. പിന്നെ ഈ മാനുഫാക്ചർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. ഇൻ സച്ച് കേസസ് ദ ഗുഡ്സ് ക്യാൻ ബി കൺസ്ട്രൂഡ് ടു ഹാവ് ബീൻ റിസീവ്ഡ് ബൈ ദ സെഡ് റെസിപ്പിയൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഹാൻഡിങ് ഓവർ ദ സെഡ് ഗുഡ്സ് ടു ദ റെസിപ്പിയൻറ്റ് ഓർ ടു ദ ട്രാൻസ്പോർട്ടർ, ആസ് ദ കേസ് മേ ബി, ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് ക്ലോസ് B of section 16 subsection 2 of the CGST Act. It is also mentioned that as per the provisions of section 16 subsection 1 of the CGST Act, a registered person is entitled to ITC only in respect of supply of goods and services which is used or intended to be used in the course of furtherance of business. അതായത് നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിൻ്റെ ഇൻപുട്ട് GST മാത്രമേ നമ്മൾ ക്ലെയിം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കുന്ന മൊമെൻറ്റിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ITC ക്ലെയിം ചെയ്യണം. പക്ഷെ പിന്നീട് അത് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്തില്ലെങ്കിൽ അത് റിവേഴ്സ് ചെയ്തിരിക്കണം. ഇനി അതല്ലാതെ നമ്മൾ അങ്ങനെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യില്ല നേരത്തെ അറിയുകയാണെങ്കിൽ അതിൻ്റെ ITC നമ്മൾ എടുക്കാനും പാടില്ല. Thus, if the goods are found to have been diverted for non-business purpose at any stage, ഏത് സ്റ്റേജിലും ആയിക്കോട്ടെ, either before physically receiving the said goods at his business premises or subsequently, the registered person shall not be entitled to ITC on such goods in terms of section 16 subsection 1 of the CGST Act. Further, if at any time after receiving the goods, such goods are lost, stolen, destroyed, written off or disposed of by way of gift or free samples, the registered person would not be entitled to ITC in respect of such goods as per provisions of clause H of section 17 subsection 5 of CGST Act. അതായത് സപ്ലൈയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഗുഡ്സിൻ്റെ കൺട്രോൾ പോയി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അതിനെ സപ്ലൈ കണക്കാക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ITC എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാലും അത് നമ്മുടെ സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഈ ITC ക്ലെയിം ചെയ്യുന്നതിന് മുമ്പാണ് നശിച്ചു പോയതെങ്കിൽ നമുക്ക് ITCക്ക് എലിജിബിലിറ്റിയും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ITC എന്ന ചാപ്റ്ററിൽ അമെൻമെൻറ്റ്സ് ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ടാക്സ് ഇൻവോയ്സ്, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് നോട്ട്സ്. ടൈം ലിമിറ്റ് ഫോർ issuing tax invoice specified in cases where recipient is required to issue invoice. Rule 47A has been inserted White CGST Amendment Rules 2024 issued White Notification number 20/2024 dated 8th October 2024 with effect from 1 November 2024. Erstwhile section 31 subsection 3 clause F provides that a registered person who is liable to pay tax under subsection 3 or subsection 4 of section 9, അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ് ഇവിടെ പറയുന്നത്, സബ്സെക്ഷൻ 3യും സബ്സെക്ഷൻ 4,
shall issue an invoice in respect of goods or services or both received by him from the supplier who is not registered on the date of receipt of goods or services or both. അതായത് RCM കേസിൽ റെസിപ്പിയൻ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോൾ അവർ സെൽഫ് ഇൻവോയ്സ് ചെയ്യണം, അവർ തന്നെ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കയ്യിൽ വെക്കണം. However, Section 31 subsection 3 clause F was amended by the Finance number 2 Act 2024 with effect from 1/11/2024 so as to incorporate an enabling provision for prescribing time period for issuance of invoice by the recipient in case of reverse charge mechanism supplies. ഓക്കെ, അതിനുള്ള ടൈം പീരീഡ് ഇവർ സ്പെസിഫൈ ചെയ്യാണ്, അതും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. Amended Section 31 subsection 3 clause F provides as follows. Notwithstanding anything contained in subsection 1 and 2, a registered person who is liable to pay tax under subsection 3 or subsection 4 of section 9 shall within the period as may be prescribed issue an invoice in respect of goods or services or both received by him from the supplier who is not registered on the date of receipt of goods or services or both. ഈ വിത്തിൻ ദ ടൈം പീരിയഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് ഇവിടെ 30 days ആണ്. ഓക്കെ, അതായത് 30 daysനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവണം. Thus, invoice to be issued by the recipient within the prescribed time if he is liable to pay tax under section 9 subsection 3 or 4 and receive supplies from an unregistered person. Consequently, the time limit for issuing tax invoice in case of reverse charge mechanism supplies has been prescribed in newly inserted Rule 47A simultaneously with effect from 1/11/2024. Rule 47A provides that where an invoice referred to in Rule 46 is required to be issued under Clause F of subsection 3 of section 31 by a registered person who is liable to pay tax under subsection 3 or subsection 4 of section 9, he shall issue the said invoice within a period of 30 days. നമ്മൾ നേരത്തെ പറഞ്ഞ from the date of receipt of said supply of goods or services as the case may be. Thus, invoice to be issued within a period of 30 days from the date of receipt of said supply of goods and services as the case may be. Okay, അപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് RCM വരുന്നത്. 9 subsection 3ഉം 4ഉം RCM applicable കേസസിൽ വിത്തിൻ 30 days എന്ത് ചെയ്തിട്ടുണ്ടാവണം, നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് ഇ-വേ ബില്ലാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മേജർ ആയിട്ടുള്ളതൊക്കെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇ-വേ ബില്ല് ജനറേഷൻ ഓഫ് യുണീക്ക് എൻറോൾമെൻറ്റ് നമ്പർ. എന്താ ഈ യൂണീക്ക് എൻറോൾമെൻറ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇവർക്കൊക്കെ ചിലപ്പോൾ ഇ-വേ ബില്ല് എടുക്കേണ്ടി വരും. കാരണം ഇ-വേ ബില്ല് എടുക്കേണ്ടത് 50,000 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ്, ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഇ-വേ ബില്ല് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നതാണ്. ഫോർത്ത് പ്രൊവിസോ ഹാഡ് ബീൻ ഇൻസേർട്ടഡ് in Rule 138 Sub-Rule 3 White GST Amendment Rules 2024 dated 10th July 2024 with effect from a date to be notified. The same has become effective White Notification number 9/2025 Central Tax dated 11/2/2025 with effect from 11/2/2025. The newly inserted fourth proviso to Rule 138 Sub-Rule 3 provides as follows. Following persons required to generate the e-way bill shall submit the details electronically on the common portal in a prescribed form, and upon validation of the details so furnished, a unique enrollment number shall be generated and communicated to the said person. അപ്പോൾ ആർക്കൊക്കെയാണോ അപ്ലിക്കബിൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പോർട്ടലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും, അത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുണീക്ക് എൻറോൾമെൻറ്റ് നമ്പർ ഷാൽ ബി ജനറേറ്റഡ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ എന്നാണ്. An unregistered person making interstate transport of handicraft goods exempted from obtaining compulsory registration and required to generate e-way bill irrespective of the value of the consignment. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഇൻറ്റർസ്റ്റേറ്റ് ആണെങ്കിൽ കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷേ ഈ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണ് ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്നതെങ്കിൽ അപ് ടു ത്രഷോൾഡ് ലിമിറ്റ് എന്ത് ചെയ്യേണ്ട, രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഇൻറ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അവർക്ക് ഇ-വേ ബിൽ അപ്ലിക്കബിലിറ്റി വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ യുണീക്കായിട്ടുള്ള എൻറോൾമെൻറ്റ് നമ്പർ ജനറേറ്റ് ചെയ്ത് എടുക്കാം. ഇനി അതല്ല ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഓപ്റ്റിംഗ് ടു ജനറേറ്റ് ഇ-വേ ബിൽ. ഇനി അതല്ലാത്ത അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന് ഇ-വേ ബിൽ എടുക്കണമെങ്കിൽ അവർക്കും എന്ത് ഓപ്ഷൻ അവൈൽ ചെയ്യാം, ഈ യുണീക്ക് എൻറോൾമെൻറ്റ് നമ്പർ ഓപ്ഷൻ അവൈൽ ചെയ്യാം. അടുത്ത പേയ്മെൻറ്റ് ഓഫ് ടാക്സ്.
referring to section 74A added in rule 88B prescribing manner of calculating interest on delayed payment of tax. Since new section 74A has been incorporated by the Finance Number 2 Act 2024 in the CGST Act 2017 with effect from 1/11/2024 so as to provide for determination of tax not paid or short paid or erroneously refunded or input credit wrongly availed or utilized for any reason pertaining to the financial year 2024-25 onwards. Newly introduced section 74A provides for the same limitation period for issuing demand notices and orders in respect of demands from the financial year 2024-25 onwards, irrespective of whether the charges of fraud, willful misstatement or suppression of facts are invoked or not, while keeping a higher penalty for cases involving fraud, willful misstatement or suppression of fact. അതായത് പണ്ട് നോട്ടീസ് അയക്കുന്ന പീരീഡ് ഓരോ തെറ്റിനനുസരിച്ചായിരുന്നു ടൈം പീരീഡ്. ഓക്കെ, ഇപ്പോൾ ഫ്രോഡ് ഇൻവോൾവ് ആണെങ്കിൽ അതിനൊരു സ്പെസിഫിക് ടൈം പീരീഡ് അങ്ങനെയായിരുന്നു. പക്ഷേ പുതിയ സെക്ഷൻ ഇൻസേർട്ട് ചെയ്ത സമയത്ത് എന്താക്കി മാറ്റിയെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഒരേ ടൈം പീരീഡ് ആക്കി. പക്ഷേ ഈ ഫ്രോഡ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് ഫാക്റ്റ് ഒക്കെയാണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളതെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പെനാൽറ്റി അമൗണ്ടിൽ അവരെന്ത് ചെയ്തു, വളരെയധികം ഇൻക്രീസ് ചെയ്തു. അതായത് ആ ബേർഡൻ അസസി അനുഭവിക്കണം. പക്ഷേ നോട്ടീസ് അയക്കാനുള്ള പീരീഡ് എന്താണ്, സെയിം ആക്കി വെച്ചു. അതാണ് പുതിയ വ്യത്യാസം. Amended Rule 88B Subrule 1 provides as follows. In case where the supplies made during a tax period are declared by the registered person in the return for the said period and the said return is furnished after the due date in accordance with provision of section 39, except where such return is furnished after commencement of any proceedings under section 73 or section 74 or section 74A in respect of the said period, the interest on tax payable in respect of such supplies shall be calculated on the portion of tax which is paid by debiting the electronic cash ledger for the period of delay in filing the said return beyond the due date at such rate as may be notified under subsection 1 of section 50, provided that where any amount has been credited in electronic cash ledger as per provisions of subsection 1 of section 49 on or before the due date of filing the said return but is debited from the said ledger for payment of tax while filing the said return after the due date, the said amount shall be taken into consideration while calculating such interest if the said amount is lying in the said ledger from the due date till the date of its debit at the time of filing return. അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ 1000 രൂപ നമുക്ക് ടാക്സ് ആയിട്ട് GST ആയിട്ട് പേ ചെയ്യാണ്ട്, ഓക്കെ, 600 രൂപ നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെജറിലുണ്ട്. ബാക്കി 400 രൂപയാണ് നമുക്ക് ക്യാഷ് ആയിട്ട് പേ ചെയ്യാറ്. വിത്തിൻ ഡ്യൂ ഡേറ്റ് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ എൻറ്റയർ 1000 റുപ്പീസിന് എന്ത് ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമ്മൾ ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്ന 400 റുപ്പീസിന് മാത്രം എന്ത് ചെയ്താൽ മതി, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതാണ് ആദ്യത്തെ സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ ഇതേപോലെ 1000 രൂപ തന്നെയാണ് പേ ചെയ്യാനുള്ളത്. 600 രൂപ നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലുണ്ട്. ഡ്യൂ ഡേറ്റിന് ഫയൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ബിഫോർ ഡ്യൂ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്തു, 400 രൂപ നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ പേ ചെയ്ത് വെച്ചു. ഓക്കെ, ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്തിട്ടില്ല, പക്ഷേ എൻറ്റയർ എമൗണ്ട് എന്തുണ്ട്, നമ്മുടെ ലെഡ്ജേഴ്സിലുണ്ട്. ഒന്ന് ക്രെഡിറ്റ് ലെഡ്ജറിൽ 600 ഉണ്ട്, ക്യാഷ് ലെഡ്ജറിൽ 400 ഉണ്ട്. ഇനി ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട. കാരണം എന്താണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഓൾറെഡി നമ്മൾ പേ ചെയ്തു, ഫയലിംഗ് മാത്രമാണ് വൈകിയത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. അടുത്തത് റിട്ടേൺസ് എന്നുള്ള ചാപ്റ്ററാണ്. ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഫോം GSTR 7 സ്പെസിഫൈഡ് ഇൻ റൂൾ 66. അതായത് GSTയിലും TDS ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ GSTയിലുള്ള TDS അങ്ങനെ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്യുന്നതാണ് GSTR 7 എന്നുള്ള ഫോം. അപ്പോൾ GSTR 7 എന്നുള്ള ഫോം ഏതൊക്കെ മാസങ്ങളിലാണോ നമ്മൾ GST ഫയൽ ചെയ്യുന്നത് ആ മാസങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഈ GSTR 7 എന്നുള്ള ഫോം വിത്തിൻ 10 days, അതായത് ഒരു മാസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ജൂണിലാണ് നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്തെങ്കിൽ ജൂലൈ 10th നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ആ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു മാസം നമ്മൾ TDS പിടിച്ചിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സക്സീഡിങ് മന്ത് എന്ത് ചെയ്യേണ്ട, GSTR 7 ഫയൽ ചെയ്യേണ്ട. ഇങ്ങനെയായിരുന്നു പണ്ടത്തെ സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഈ നോർമൽ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു മാസം TDS ഇല്ലെങ്കിലും നമ്മൾ എന്ത് ഫയൽ ചെയ്യണം, നിൽ GSTR 7. അതായത് GSTR 7 എന്നുള്ളത് കമ്പൽസറി ആക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ അമെൻമെൻറ്റ്. Therefore, earlier filing of monthly return in form GSTR 7 was linked to the calendar month in which
tax has been deducted at source by the TDS deductor. However, amended section 39 subsection 3 mandates furnishing of GST 7 for each month by the TDS deductor irrespective of whether any deduction has been made in the said month or not. Further, new section provides that the time within which Form GST 7 is to be filed shall also be prescribed by rules. Consequently, simultaneously with effect from 1/11/2024, Rule 66 Sub-Rule 1 has been amended to prescribe the time within which Form GST 7 can be filed. Every registered person required to deduct tax at source under Section 51 shall electronically furnish a return for every calendar month of the deductions made during the month in which such form and manner and within such time as may be prescribed, provided that the said registered person shall furnish a return for every calendar month whether or not any deductions have been made during the said month. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് കമ്പൽസറി ആക്കി TDS ഡിഡക്ട് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു മാസം കട്ട് ചെയ്തിട്ടില്ലെങ്കിലും അവർ നില്ല ഫയൽ ചെയ്തിട്ടുണ്ടാവും, നിൽ GST 7 ഫയൽ ചെയ്തിട്ടുണ്ടാവും. ഈ ഡേറ്റ് ആണ് പറയുന്നത് ഓൺ ഓർ ബിഫോർ 10th day of the month succeeding the calendar month. അതാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. ജൂൺ മാസമാണ് TDS ഡിഡക്ട് ചെയ്തെങ്കിൽ ജൂലൈ 10th എന്ത് ചെയ്തിട്ടുണ്ടാവണം, GST 7 ഫയൽ ചെയ്തിട്ടുണ്ടാവണം. Reference to Section 74A added in Rule 88D prescribing manner of dealing with difference in ITC available in Form GST 2B and Form GST 3B. നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ റോങ്ഫുള്ളി ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ ഡിഫറൻസ് പറയുന്നതാണ് 88D. ഓക്കെ, അപ്പോൾ കോൺസിക്വൻ്റ്ലി റെഫറൻസ് ടു സെക്ഷൻ 74A ഹാസ് ഓൾസോ ബീൻ ആഡഡ് ഇൻ റൂൾ 88D സബ് റൂൾ 3. Rule 88D provides the mechanism which allows system-based intimation to the taxpayer about the excess availment of ITC in Form GST 3B that reported in Form GST 2B above a particular threshold and within the provision for self-compliance on the portal by the said taxpayer. അപ്പോൾ അതിനും ടൈം പീരീഡ് സെയിം തന്നെയാണ്, പെനാൽറ്റി കൂട്ടി അത്രേ പറയുന്നുള്ളൂ. Where any amount specified in the intimation referred to in sub-rule 1 remains to be paid within the period specified in the said sub-rule, and where no explanation or reason is furnished by the registered person in default, or where the explanation or reason furnished by the said person is not found to be acceptable by the proper officer, the said amount shall be liable to be demanded in accordance with the provision of Section 73 or Section 74 or Section 74A as the case may be. അപ്പോൾ ഇങ്ങനെ റൂൾ 88D പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഇൻറ്റിമേഷൻ ആയിരിക്കും അസസിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കൂടുതൽ ക്ലെയിം ചെയ്തത്. അപ്പോൾ എയ്തർ അസസി കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ മതിയാവാണ്ട് വരികയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ 73, 74 അതായത് ഫ്രോഡ് എറർ പ്രകാരമുള്ള സെക്ഷൻസ് പ്രകാരം അവരെന്ത് ചെയ്യും, നടപടികൾ സ്വീകരിക്കും. ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ GST അമെൻമെൻറ്റ്സ് ആയിട്ട് ജാൻ 2026 അറ്റംപ്റ്റിലോട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, എല്ലാം ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.